നമ്മുടെ മൊബൈൽ ഫോൺ ഒരു സ്പീഡോമീറ്ററായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയാൽ പകരം സ്പീഡോമീറ്ററായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബസ്സിലായാലും ട്രെയിനിലായാലും ഇതര വാഹനങ്ങളിലായാലും സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ വേഗത മാത്രമല്ല, ഈ വേഗതയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് നിശ്ചിത സ്ഥലത്തെത്തും, ഇനി നമ്മുടെ യാത്രക്കിടയിൽ ഏറ്റവും കൂടിയ വേഗത എത്രയാണ്, നമ്മൾ ടോട്ടൽ യാത്ര ചെയ്യാനെടുത്ത സമയം എത്രയാണ്, നമ്മൾ ശരാശരി എത്ര വേഗതയിലാണ് സഞ്ചരിച്ചത് എന്നു മാത്രമല്ല, ഇപ്പം നമ്മൾ നടക്കുകയാണെങ്കിലും ഓടുകയാണെങ്കിലും നമ്മുടെ വേഗതയും നമ്മൾ ഏത് സമയത്ത് എത്തുമെന്നും ഒക്കെ മനസ്സിലാക്കാൻ ഈ ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കുറച്ച് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കാനുണ്ടാവും, അത് കൊടുക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ പരസ്യങ്ങൾ വരും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്തെടുക്കുമ്പോഴും പരസ്യങ്ങൾ വരും. പക്ഷേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. താഴെ ചെറിയ പരസ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്യം വലിയ ശല്യമൊന്നുമില്ല. ആദ്യം തന്നെ ലൊക്കേഷൻ പെർമിഷനാണ് ചോദിക്കുക. അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. ഫോൺ മോഡൽ മാറുന്നതനുസരിച്ച് ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ഫോണിൽ ആക്ടിവേറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഡീറ്റെയിൽസിനകത്താണ് പോവുക. അതിൽ നിന്ന് നോ റെസ്ട്രിക്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി ബാക്കിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നതോടെ ഈ ആപ്ലിക്കേഷന് പെർമിഷനൊക്കെ സെറ്റായി കഴിഞ്ഞു. അടുത്തത് ദൂരം കണക്കാക്കുന്നത് കിലോമീറ്റർ ആണോ വേണ്ടത് എന്ന് ചോദിക്കുന്നതാണ്. കിലോമീറ്റർ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ഉണ്ടാകുക. നിങ്ങൾ ഡൺ ബട്ടൺ കൊടുക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിക്കും, അത് അലോ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഉപകാരമുണ്ട്. ആപ്ലിക്കേഷൻ ഓൾറെഡി പോർട്രേറ്റ് മോഡിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വേണ്ടതെങ്കിൽ ഇവിടെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആംഗിളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആദ്യം തന്നെ ഇത് കാറിൻ്റെ ഓപ്ഷനിലാണ് ഉണ്ടാകുക. നിങ്ങൾ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. സൈക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടർ, കാർ, ഏതാണ് വേണ്ടത് അത് തിരഞ്ഞെടുക്കണം. ശേഷം താഴെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പീഡോമീറ്റർ, എത്രയാണ് സ്പീഡ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിത് ഡിജിറ്റൽ രൂപത്തിൽ വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് ഡിജിറ്റൽ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ പോകുന്ന മാപ്പ് കാണാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. മാപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ മീറ്ററിൽ തന്നെ നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര സമയമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ആവറേജ് സ്പീഡ്, നിങ്ങൾ പോകുന്ന യാത്രയിൽ ഏറ്റവും വേഗതയിൽ പോയ കിലോമീറ്റർ കണക്ക്, ഇങ്ങനെ പല ഓപ്ഷനും ഇതിനകത്തുണ്ട്. ജസ്റ്റ് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരിക്കൽ യാത്ര ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. അതിനാണ് ഇവിടെ ഓപ്ഷൻ. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന എല്ലാ യാത്രകളുടെയും വിവരങ്ങൾ ഇതിനകത്തുണ്ടാവും. നടന്നിട്ട് പോയതും കാറിൽ പോയതും ഏതാണ് പോയ വഴി, അതിൻ്റെ കിലോമീറ്റർ, സമയം, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സേവായി കിടക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.